ഏശയ്യ 49:14. സിയോൻ പറഞ്ഞു, എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുവോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം എനിക്ക് ഒരുപാട് പ്രത്യാശ തന്നൊരു വചനമാണ്. ഭയങ്കര പ്രത്യാശ തന്നൊരു വചനമാണ്. എന്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ, ഒരു 3 വാക്യമുണ്ട്, 14, 15, 16. അപ്പം ഈ വചനം ഞാനിങ്ങനെ കാണാപ്പാഠം ഇങ്ങനെ കുത്തിയിരുന്ന് കാണാപ്പാഠം പഠിച്ചൊരു വചനമാണ്. എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് പ്രത്യാശ തന്നൊരു വചനമാണ്. എന്നാ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിലുണ്ടല്ലോ, എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഗെറ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചതൊക്കെ. അപ്പൊ ഇങ്ങനെ ഹോസ്റ്റലിൽ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ 2 ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ആ 2 ഹോസ്റ്റലിൽ എന്റെ നല്ല സ്വഭാവം കാരണം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 10ൽ പഠിക്കുമ്പോ 10 പകുതിയായതേ ഉള്ളെ. അവരുടെ സ്കൂളിൽ 100% പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 9ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ നന്നായിട്ട് 90% മേളിൽ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 9ൽ കയറിയപ്പോ നന്നായിട്ട് ഉഴപ്പി. എന്നിട്ട് അപ്പൊ എനിക്ക് പിന്നെ ഇങ്ങനെ അവരുടെ 100% പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവർ ഗെറ്റ് ഔട്ട് എടുത്തു. എന്നെ അവിടുന്ന് മാറ്റി എന്നെ വേറെ സ്കൂളിലേക്ക് വിടാൻ നോക്കി. അപ്പം ഇങ്ങനെ എനിക്ക് നല്ല സ്വഭാവം, നല്ല ക്വാളിറ്റി കാരണമാണല്ലോ എന്നെ വിട്ടത്. അതുകൊണ്ട് വേറെ എന്നെ ഏത് സ്കൂൾ എടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ പിന്നെ ഒരു സ്കൂൾ ഇങ്ങനെ എന്നോട് കരുണയൊക്കെ കാണിച്ച് എന്നെ എടുത്തു. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്റെ സ്വന്തം വീട്ടീന്ന് വരെ എന്നെ പറഞ്ഞു വിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും നല്ല സ്വഭാവമായിരുന്നു എന്റെ. എനിക്ക് രണ്ട് ബിഗിനിങ് ഉണ്ട്. ഞാൻ ജനിച്ചത് തൊട്ട് ഒരു പാസ്റ്റ് ഉണ്ട്, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഈ ലോകത്തില് നല്ലോണം ആസ്വദിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളാ, നന്നായിട്ട്. എന്നാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇൻസ്റ്റഗ്രാം, റീൽസ്, ഫേസ്ബുക്ക്, സബ്സ്ക്രൈബ്, യൂട്യൂബ് ചാനൽ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസ്, പാട്ട്, സിനിമ, ഇതൊക്കെ എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ഞാൻ കാണാത്ത ഒരു സിനിമ ഉണ്ടായിരുന്നില്ല, ഞാൻ കേൾക്കാത്ത പാട്ടുകളില്ല. പാട്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. എനിക്ക് ഒരു ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു ഈ സംഭവമൊക്കെ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് റീൽസിനൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഇവരാരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, എന്നെ വെറുക്കപ്പെട്ടവൾ എന്നൊക്കെ പറയത്തില്ലേ, വെറുക്കപ്പെട്ടവളും പരിത്യക്തയായവളും, അങ്ങനെ ഒരു അവസ്ഥ. അപ്പം ഈ ഒരു സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തുണ്ടല്ലോ എന്റെ ഈ സ്വഭാവം കാരണമൊക്കെ എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്റെ ഈ സെയിം സ്വഭാവമുള്ള സമയത്ത് ഈശോ എന്റെ അടുത്ത് പറഞ്ഞു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുവോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലാന്ന്. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. അപ്പം ഞാൻ എത്ര പാപിയായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഞാൻ എത്ര വെറുക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, ഞാൻ എത്ര ആരുടെ അടുത്ത് നിന്നൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നെങ്കിലും ഈശോ എന്നെ വിട്ടില്ല. ഈശോ എന്നെ വിട്ടില്ല. എന്നാ അത്രയും സങ്കീർത്തനം 27:10 പറയുന്നില്ലേ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അപ്പം എന്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഹ്യൂമൻ ബീങ്സ് ആർ ലിമിറ്റഡ് ബീങ്സ്. ഈ മനുഷ്യന് പരിമിതികളുണ്ട്, മനുഷ്യന്റെ സ്നേഹത്തിന് പരിമിതികളുണ്ട്, മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ ചേഞ്ചസ് അനുസരിച്ച് അവരുടെ സ്നേഹത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എന്റെ ലൈഫില് ഇപ്പൊ ഞാൻ ഇങ്ങനെ കേറിയും പോകുന്ന സമയത്ത് അവരുടെ സ്നേഹത്തിന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുവേ. പക്ഷേ ഈശോയുടെ സ്നേഹം നമുക്കറിയാം, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു. ഏശയ്യ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയത്തില്ല. നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നേ, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുക. കുന്നുകൾ മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം, ഈ കരുണ ഈസ് ഈക്വൽ ടു സ്നേഹം, സ്നേഹമാണ്. ഈ അചഞ്ചലമായ സ്നേഹം. അചഞ്ചലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓർത്ത് നോക്കണേ, ഞാനിങ്ങനെ ഇങ്ങനെ ഈശോയോട് ചേർന്ന് ഇങ്ങനെ ജീവിക്കുക, അന്നേരം ഈശോയുടെ സ്നേഹം കൂടുക അല്ല. ഞാനിങ്ങനെ പാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക, അപ്പൊ ഈശോയുടെ സ്നേഹം കുറയുക അല്ല. എല്ലാ സമയത്തും ഒരുപോലെയാ. ഞാൻ ഇങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് എന്റെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഈശോ കോൺസ്റ്റന്റ്. ഈശോയുടെ സ്നേഹത്തിന് മാറ്റമില്ല, അത് ചഞ്ചല, അത് അനങ്ങത്തില്ല, അത് ഇങ്ങനെ പാറ പോലെ നിൽക്കുക. എനിക്ക് ചേഞ്ചസ് ഉണ്ടായാലും ഈശോയുടെ സ്നേഹത്തിന് ചേഞ്ചസ് ഇല്ല.
അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ ഫസ്റ്റത്തെ പ്രത്യേകത. അചഞ്ചലമായ സ്നേഹമാണ്, അചഞ്ചലമായ സ്നേഹം. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം എന്നാ ഒരിക്കലും പിരിയാത്തൊരു സ്നേഹം, ഒരിക്കലും പിരിയാത്തൊരു സ്നേഹം. നമ്മളെ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ എത്ര വിശുദ്ധിയിൽ ജീവിക്കുവാണെങ്കിലും ഈശോയുടെ സ്നേഹം അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക, അത് മാറത്തില്ല. ഇങ്ങനെ പിരിയാത്തൊരു സ്നേഹം, ഈശോയുടെ സ്നേഹം പിരിയാത്തൊരു സ്നേഹം. എന്നിട്ട് ഈശോ പറയാ, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല എന്ന്. എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. നമുക്കറിയാം ഈശോയ്ക്ക് ഇങ്ങനെ സ്നേഹം തോന്നുന്ന ആൾക്കാര്, വ്യക്തികള്, നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, ഈശോയ്ക്ക് സ്നേഹം തോന്നിയ വ്യക്തികളെ ജിൻസച്ചൻ പറയുന്നതാണ്, ഈ ഉടമ്പടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെയും നീ എന്റെ ആയിരിക്കും, ഞാൻ നിന്റേതും നീ എന്റേതും ആയിരിക്കും. അപ്പം എന്നാ ഈശോ ഇങ്ങനെ പറയാ, കുന്നുകൾ അകന്നു പോയേക്കാം, മലകൾ മാറ്റപ്പെട്ടേക്കാം, എന്റെ സ്നേഹം നിന്നെ പിരിയത്തില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. ഈ കുന്നുകളും മലകളും നമ്മളിങ്ങനെ സ്നേഹത്തിന്റെ തണലിൽ, അതായത് നമ്മൾ ആശ്രയിച്ച ഒരുപാട് പേരുണ്ടാവും അല്ലെ. ഒരുപക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ ഒരുപാട് ആൾക്കാരായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. മനുഷ്യരെ നമ്മൾ ഒരുപാട് ആശ്രയിച്ചിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ മാറിപ്പോയാലും, കുന്നുകൾ അകന്നു പോകുന്നു, മലകൾ മാറ്റപ്പെടുന്നു, മലകൾ മാറ്റപ്പെടുന്നു, കുന്നുകൾ അകന്നു പോകുന്നു. അപ്പം ഈശോയുടെ ഇതൊക്കെ പോയാലും ഞാൻ നിന്റേതും നീ എന്റേത് തന്നെയായിരിക്കും, ഞാൻ നിന്റേത് നീ എന്റേത് തന്നെയായിരിക്കും. അതിനൊരു മാറ്റം വരത്തില്ല. എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നീ ഏത് അവസ്ഥയിലാണെങ്കിലും എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. നിന്നെ എത്രയൊക്കെ ആൾക്കാർ പിരിഞ്ഞു പോയാലും, നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരത്തില്ല. അറിയാം, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം ഈശോ പറയുന്നില്ലേ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് പറയുന്നത്, പുതിയതാണ്. അപ്പം ഇവ ഓർത്ത് നോക്കിയോ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അസ്തമിക്കാത്ത സ്നേഹം. ഇങ്ങനെ ഈശോ അസ്തമിക്കുക, നമ്മൾ സൂര്യൻ എടുത്തു കഴിയുമ്പം ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ച്, നമ്മളൊക്കെ ഇങ്ങനെ രാത്രിയും പകലൊക്കെ ഉണ്ടല്ലേ. അപ്പം ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുക, പ്രകാശിച്ചോണ്ട് നിൽക്കുക, മാറ്റമില്ല. ഇങ്ങനെ മാറ്റമില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അതൊരിക്കലും അസ്തമിക്കാതെ നിൽക്കുക. ഇങ്ങനെ അത് ഈ പ്രകാശം, സൂര്യനിൽ നിന്ന് ഇങ്ങനെ പ്രകാശം വരുന്നത് പോലെ ഈശോയിൽ നിന്ന് ഈ സ്നേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അസ്തമിക്കുന്നില്ല. അത് ഒരിക്കലും പോകുന്നില്ല, ആ വെട്ടത്തിന് മാറ്റം വരുന്നില്ല. ഇവ ഓർത്ത് നോക്കി, എന്റെ വിശുദ്ധി ഇങ്ങനെ കൂടുന്തോറും ആ പ്രകാശം ഇങ്ങനെ കൂടി വരുന്നു, അല്ല. എന്റെ വിശുദ്ധി ഇങ്ങനെ കൂടി വരുന്തോറും ഇങ്ങനെ പ്രകാശം കൂടി വരില്ല. എന്റെ അശുദ്ധി ഇങ്ങനെ, ഞാൻ അശുദ്ധിയിലേക്ക് പോകുന്തോറും ആ പ്രകാശം ഇങ്ങനെ കുറഞ്ഞു വരുന്നു, അല്ല. അത് പ്രകാശം ഇപ്പോഴും ഈശോ പറയുന്നില്ല, ഞാൻ ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കും, ഒരുപോലെ മഴ പെയ്യിപ്പിക്കും, ഒരുപോലെയാ. അത് ഏറ്റക്കുറച്ചിലൊന്നുമില്ല, അത് അങ്ങനെ ഒരുപോലെയാ നിൽക്കുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ, നമ്മൾ ഇങ്ങനെ പാപം വരുന്ന സമയത്ത് സൂര്യനെ തന്നെ എടുത്തു, ഇപ്പൊ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ച് ഇങ്ങനെ നിൽക്കുക. പക്ഷെ നമ്മുടെ പാപമാകുന്ന മേഘം വന്ന് അവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വരും. അപ്പം ആ പ്രകാശം ഇങ്ങനെ അടിക്കാതെ വരും, ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ എത്താതെ വരും. അതായത് ആ പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ബ്ലോക്ക് വരും, തടസ്സം വരും അവിടെ. ഈശോ പറയുന്നില്ലേ, ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സമയത്ത് ആ കല്ലെടുത്ത് മാറ്റാൻ പറയുന്നില്ലേ, കല്ലെടുത്ത് മാറ്റുക, എന്നിട്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ പാപമാകുന്ന ഒരു മേഘം വന്ന് ഇങ്ങനെ മൂടും. അത് മൂടിക്കഴിയുമ്പോൾ ഈശോയുടെ സ്നേഹം ഇങ്ങനെ അതിങ്ങനെ ഒഴുകുന്നത്, ആ ബ്ലോക്ക് വരുക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്, അല്ലാതെ സ്നേഹം കുറയുന്നോണ്ടോ സ്നേഹം കൂടുന്നോണ്ടോ അല്ല. അവിടെ നമ്മുടെ ഒരു ഇതാണ് അത്. ആ ഒരു അശുദ്ധി അല്ലെങ്കിൽ പാപം വരുമ്പം അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് വരുന്നോണ്ടാണ് ആ പ്രകാശം നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടി ഈശോ നമുക്ക് അവസരം തരുന്നുണ്ട്, നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിപ്പോവാം. ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കാൻ, അതായത് ഏറ്റവും കൂടുതൽ ദൈവസ്നേഹം നമുക്കറിയാം, ബ്ലോക്ക് അങ്ങോട്ട് മാറിപ്പോവല്ലേ. നമ്മൾ നല്ല കുമ്പസാരം നടത്തുമ്പോ ബ്ലോക്ക് അങ്ങോട്ട് മാറിപ്പോവാ. അപ്പൊ ആ സ്നേഹം, ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുക. അപ്പം നമ്മള് ഇങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഉള്ളിൽ പാപമുള്ളതാ. അതൊരിക്കലും ഈശോയുടെ സ്നേഹം കൂടുകയോ കുറയോ ചെയ്യുന്നതല്ല. ഈശോയുടെ സ്നേഹം ഇപ്പോഴും ഒരുപോലെ ഉണ്ട്. പക്ഷെ നമ്മളുടെ പാപം, ഈശോ പറയുന്നില്ല, അനുതപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. അനുതപിക്കണം. എന്നാ ഈശോ നമ്മുടെ ധൂർത്തപുത്രന്റെ ഉപമ എടുക്കുവാണെങ്കിൽ, ധൂർത്തപുത്രൻ ഇങ്ങനെ അപ്പനെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് എന്നാ
അവൻ സുഖം തേടി പോവല്ലേ. നമ്മൾ ഈ പാവം ചെയ്യുന്ന എന്താ? സുഖം തേടി പോകുന്നതാ. നമ്മുടെ ശരീരത്തിന്റെ സുഖം, മനസ്സിന്റെ സുഖം, പിന്നെ കണ്ണിന്റെ സുഖം, ചെവിയുടെ സുഖം, ഇങ്ങനെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാ നമ്മൾ പാപം ചെയ്തു പോകുന്നത്. അപ്പം അങ്ങനെ സുഖം തേടി പോയതാണ് നമ്മുടെ ധൂർത്തുപുത്രൻ. അപ്പന്റെ അടുത്ത് കിട്ടുന്ന സുഖം അവന് മനസ്സിലായില്ല. അപ്പന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സുഖം അവന് മനസ്സിലായില്ല. അപ്പൊ അവൻ വേറെ സുഖം തേടി പോയി. അങ്ങനെ അവൻ പോയി. അപ്പൊ അവന്റെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെ. പക്ഷേ അത് അവന്റെ കയ്യിലുള്ള സാധനം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഇട്ടേച്ചു പോയി. ഫ്രണ്ട്സ് എല്ലാം ഇട്ടേച്ചു പോയി. കൂട്ടുകാരെല്ലാം ഇട്ടേച്ചു പോയി. അതെന്നാ അപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന എന്തോ സാധനം കണ്ടിട്ടാണ് ആ ഫ്രണ്ട്സ് അവനെ സ്നേഹിച്ചത്. സ്നേഹിച്ചതാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്നാ സ്നേഹം നടിച്ചതെന്ന് പറയാൻ പറ്റും. കാരണം അവനെയല്ല സ്നേഹിച്ചത്, അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തിനെയാ സ്നേഹിച്ചത്. ആ സമ്പത്തെല്ലാം തീർന്നു കഴിഞ്ഞപ്പം ഈ ഫ്രണ്ട്സ് ഒക്കെ അവനെ ഇട്ടേച്ചു പോയി. അപ്പൊ അവസാനം അവന് പന്നിക്ക് തിന്നാൻ കിട്ടുന്ന തവിടെങ്കിലും തിന്നോണ്ട് വയറ് നിറയ്ക്കാൻ വേണ്ടി നോക്കി. അങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കണം. അപ്പം പന്നിക്കൂട്ടിലെത്തി അതുപോലും ആ തവിട് പോലും വേസ്റ്റ് പോലും കിട്ടാതെ വന്നപ്പോഴാണ് അവന് സുബോധം ഉണ്ടായത്. ആ വേസ്റ്റ് പോലും കിട്ടാതെ വന്നപ്പോഴാ. നമ്മുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പന്നിക്കുഴി കിടക്കുന്ന ഒരു അവസ്ഥ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ പന്നിക്കുഴി കിടക്കുന്ന സമയത്ത് എനിക്ക് തവിട് പോലും കിട്ടാതെ വന്നപ്പോഴാണ് എനിക്ക് സുബോധം ഉണ്ടായത്. അത് ഈ സുബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ഒരു കൃപയാണ്. അത് ഈശോ ഇട്ട് തരുന്ന ഒരു സാധനമാണ്. എന്നാ അവിടെ നമുക്ക് വേറെ പല സംഭവങ്ങളും സംഭവിക്കാം. പക്ഷെ കർത്താവ് കാണിക്കുന്ന ഒരു കരുണയാണ് ഈ സുബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അവിടെ അനുതാപം ഉണ്ടാവുക, അവന്റെ ഉള്ളിൽ അനുതാപം ഉണ്ടാവുക. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അവിടെ പിതാവിന്റെ അടുത്ത് എത്രയോ ദാസന്മാര് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുന്നു. അപ്പൊ പിന്നെ ഞാനോ ഈ പന്നിക്കുഴി കിടന്ന് ഇങ്ങനെ നരകം അനുഭവിക്കുന്നു. അങ്ങനെ എന്താ ധൂർത്തുപുത്രന്റെ സുബോധം ഉണ്ടായി. ഞാൻ എന്റെ പിതാവിന്റെ അടുത്ത് പോയിട്ട് പറയും, സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെ ഒന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് ധൂർത്തപുത്രൻ പിതാവിന്റെ അടുത്തേക്ക് പോകുക. പിതാവിന്റെ അടുത്തേക്ക് പോയി കഴിയുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം, പിതാവ് അവിടെ കാത്തിരിക്കുക. നമുക്കറിയാം, നമുക്ക് ഈ ലൂക്കാസ് സുവിശേഷത്തില് മൂന്ന് ഉപമ കാണാൻ പറ്റില്ലേ? എന്നാ കാണാതായ നാണയത്തിന്റെ ഉപമ, ആട്ടിൻകുട്ടിയുടെ ഉപമ, പിന്നെ ധൂർത്തുപുത്രന്റെ ഉപമ. ഇത് മൂന്നും നല്ല ഈശോ ഇങ്ങനെ നന്നായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ലൂക്കാസ് സുവിശേഷം മൂന്നെണ്ണം ഒരുമിച്ച് കാണാൻ പറ്റും ഒരധ്യായത്തിലെ. അപ്പം എന്നാ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റുമേ. ഈ കാണാതായ നാണയം ആട്, കാണാതായ ആടും ഒരു സെറ്റ്, പിന്നെ ഈ ധൂർത്തുപുത്രൻ വേറൊരു സെറ്റ്. ഈ കാണാതായ നാണയവും നമുക്ക് തെറ്റ് പല രീതിയിൽ സംഭവിക്കാല്ലേ. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാം, നമ്മുടെ അഹങ്കാരം കൊണ്ട് തെറ്റ് സംഭവിക്കാം. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാം, അഹങ്കാരം കൊണ്ട് തെറ്റ് സംഭവിക്കും. അപ്പം ഈ നമുക്കറിയാം, കാണാതായ നാണയം, കാണാതായ ആട്, ഇതിനെ ഈശോ അങ്ങോട്ട് തേടിപ്പോകുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. ഈശോ അങ്ങോട്ട് തേടിപ്പോ, അതായത് നാണയം കാണാതായപ്പം കുറെ നാണയം നമ്മുടെ കയ്യിലുള്ളപ്പം ഒരെണ്ണം മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാ. അപ്പൊ ഒരെണ്ണം മിസ്സായി പോകും. 100 ആടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരെണ്ണം മിസ്സായി പോകാനുള്ള ചാൻസ് കൂടുതലാ. അപ്പം ഇങ്ങനെ ഇത് രണ്ടും ഈശോ തേടി പോവുക. ആടിനെ കാണാതായപ്പം ഈശോ ആടിനെ തേടി ഇറങ്ങി. ആ ഒന്നിനെ തേടി ഈശോ ഇറങ്ങി. ഇങ്ങനെ നാണയം കാണാതായി പോയ സമയത്ത് ഈ നാണയം തപ്പി ഈശോ ഇറങ്ങി. ഇത് കണ്ടുകിട്ടി കഴിയുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി സന്തോഷിച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്നാ, അവിടെ ഈശോ തപ്പിപ്പോകുന്നില്ല. കാരണം അവൻ അറിയായിരുന്നു, അവന്റെ അഹങ്കാരം കാരണമാണ് അവൻ ഈ പാപത്തിലേക്ക് പോയത്. ധൂർത്തുപുത്രന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ അവന്റെ അഹങ്കാരം കാരണമാണ്, അറിവില്ലായ്മയല്ല, അഹങ്കാരം കാരണമാണ് അവൻ ഇങ്ങനെ ഈ ലോകത്തിലേക്ക് പോയത്, ആ പാപത്തിലേക്ക് പോയത്. അപ്പം പിതാവ് ഒരിക്കലും അവനെ അന്വേഷിച്ച് ചെല്ലുന്നതായിട്ട് ഈശോ ഒരിക്കലും ധൂർത്തുപുത്രനെ തപ്പി പോകുന്നതായിട്ട് കാണുന്നില്ല. എന്നാ ധൂർത്തുപുത്രൻ അപ്പന്റെ അടുത്തേക്ക് വരുക. അവൻ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തെറ്റ് സംഭവിക്കാം. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിക്കാം. നമ്മുടെ അഹങ്കാരം കൊണ്ട് നമുക്ക് തെറ്റ് സംഭവിക്കാം. അപ്പം നമ്മുടെ ഈ അറിവില്ലായ്മ കൊണ്ട് തെറ്റുന്നത് ഈശോ തന്നെ നമുക്ക് കയറി വരാനുള്ള അവസരം ഇങ്ങനെ ഇട്ടുതരുവേ. അപ്പം ഇവിടെ ഈശോ കാണിക്കുന്ന കരുണ തന്നെയാണ് ആ സുബോധം ഉണ്ടാകുന്നത്. പക്ഷെ ഈശോ തന്നെ തപ്പി വന്ന് നമ്മളെ കണ്ടുപിടിച്ച് നമ്മളെ സേഫാക്കും ഇവിടെ അറിവില്ലായ്മ കൊണ്ട് വരുമ്പോൾ. പക്ഷെ അഹങ്കാരം കൊണ്ട് വരുന്ന സമയത്ത് ഈശോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. എന്ന് വെച്ച് ഈശോയുടെ സ്നേഹം മാറുന്നില്ല. ഈശോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും എളിമപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ അഹങ്കാരം മാറി എളിമപ്പെട്ടാലേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ലൂസിഫർ എങ്ങനെയാ സ്വർഗത്തിൽ നിന്ന് പുറത്തായത്? അവന്റെ അഹങ്കാരം കാരണമാണ് എനിക്ക് ദൈവത്തെക്കാളും മേളിലാവണം. അഹങ്കാരം കാരണമാണ് പിശാച് ഉണ്ടായത്. അഹങ്കാരം കാരണം പാപം ഉണ്ടായത്. എവിടെയൊക്കെ പാപം എടുത്തു നോക്കിയോ, പാപം ഉണ്ടാവാനുള്ള കാരണം അഹങ്കാരം. ഈ അഹങ്കാരം പോയിട്ടുണ്ടെങ്കിൽ, എളിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ധൂർത്തുപുത്രൻ എളിമപ്പെട്ടു.
പെട്ടിട്ട് പിതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിനെതിരായി നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു, എന്നെ ക്ഷമിക്കണേന്ന് പറഞ്ഞു. ആ ക്ഷമിക്കാനുള്ള അവസരമാണ് നമുക്ക് കുമ്പസാരക്കൂട്ടിൽ കിട്ടുന്നത്. കുമ്പസാരക്കൂട്ടി നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ക്ഷമിക്കാനുള്ള അവസരമാണ്. അപ്പം നമുക്ക് ക്ഷമ ചോദിക്കാനുള്ള അവസരമാണ്. അപ്പം നമ്മൾ അത് മാക്സിമം യൂസ് ചെയ്യണം, മാക്സിമം യൂസ് ചെയ്യണം. ഈശോ ശരിക്കും എന്നാ അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, എന്നാ അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിൽ അത് പുതിയതാണെന്ന് പറയുന്നുണ്ട്. ഓരോ പ്രഭാതം എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്. ഞാനിപ്പം രാത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് വിചാരിച്ചോ, ഭയങ്കര സങ്കടമാ. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് കിടക്കുന്നതെന്ന് വിചാരിച്ചോ. പക്ഷെ പിറ്റേ ദിവസം എണീറ്റ് കഴിയുമ്പം അതൊന്നും എന്റെ ഇല്ല. ഞാൻ വേറെ ഒരു ഇതിലാ. എനിക്ക് അതൊന്നും അങ്ങോട്ട് സങ്കടപ്പെടാൻ പറ്റുന്നില്ല. അത് ഓർത്തിട്ട് സങ്കടപ്പെടാൻ പറ്റുന്നില്ല. ഞാന് ഇങ്ങനെ ആ കുർബാനയും കൂടെ രാവിലെ പോയി കുർബാനയും കൂടെ സ്വീകരിച്ചു കഴിയുമ്പോ പിന്നെ സങ്കടപ്പെടാൻ പറ്റുന്നില്ല. ആ തലേദിവസം ഞാൻ എന്തിനാ കരഞ്ഞേ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ തലേദിവസം എനിക്ക് ഭയങ്കര സങ്കടം മനസ്സിലൊക്കെ ആയിരുന്നായിരിക്കും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുർബാന ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് സങ്കടപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ഈശോ പറയുന്നില്ലേ, ഓരോ പ്രഭാതത്തിലും എന്റെ സ്നേഹം പുതിയതാണ്. നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടല്ലേ, പഴയ കാര്യങ്ങൾ എനിക്ക് ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പോ എനിക്കത് കിട്ടിയില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ, ഈശോയുടെ സ്നേഹം അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ല, ഈശോ പറയുന്നില്ലേ, അന്ന് കഴിഞ്ഞത് അന്ന് കഴിഞ്ഞു, എന്റെ സ്നേഹം പുതിയതാ. എന്റെ സ്നേഹം പുതിയതാ, ഓരോ പ്രഭാതത്തിലും പുതിയതാ. ഇന്ന് പുതിയ സ്നേഹം, അന്ന് വേണ്ട, അത് അന്നത്തെ വിട്ടേക്ക്. ഇന്ന് നീ വീണ്ടും പ്രാർത്ഥിക്കുക, ഇന്നത്തെ സ്നേഹം പുതിയതാ, പുതിയ സ്നേഹമാ. അപ്പം എന്നാ ഈശോ എപ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് സ്നേഹിക്കുക, അചഞ്ചലമായിട്ട് സ്നേഹിക്കുക, അസ്തമിക്കാതെ സ്നേഹിക്കുക. പിന്നെ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നവയെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവസാനം വരെ സ്നേഹിച്ചു. എന്തിന്റെ അവസാനമാ? ലോകത്തിന്റെ അവസാനമാണോ അതോ നമ്മുടെ അവസാനമാണോ? അല്ല, ഈശോയുടെ അവസാന ശ്വാസത്തോളം ഈശോ സ്നേഹിച്ചു. ഈശോയുടെ അവസാന ശ്വാസത്തോളം ഈശോ സ്നേഹിച്ചു. ഈശോ സ്വന്തം ജീവൻ തന്നുകൊണ്ട് ഈശോ സ്നേഹിച്ചു. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി കുരിശില് തന്നുകൊണ്ട് ഈശോ സ്നേഹിച്ചു നമ്മളെ. അപ്പം ഈശോയുടെ സ്നേഹം അത് എന്നാ പറയാ, ഏറ്റവും വലിയ സ്നേഹം, ദ ബിഗ്ഗസ്റ്റ് ലവ്, ഈശോയുടെ സ്നേഹം. അപ്പം ഈശോ പറയുന്നില്ലേ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ അത് കാണിച്ചു തരുവാണ് നമുക്ക്. ഈശോ അത് കാണിച്ചു തരുക. അപ്പം അതിന്റെ വേറൊരു പ്രത്യേകത, റോമ 5:8, നാം പാപികളായിരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. നാം പാപികളായിരിക്കെ ഈശോയ്ക്ക് അറിയാം നമ്മള് പാപികളാണ്, അല്ലെ? ഈശോയ്ക്ക് അറിയാം നമ്മള് പാപികളാണ്. ഈശോയുടെ സ്നേഹം ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈശോ ഈശോ ഈ സ്നേഹം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ എടുത്തു നോക്കിയോ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും, അല്ലെ? നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര സ്നേഹം, എന്റെ അമ്മയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എന്റെ അമ്മേനെ എനിക്ക് അത്രയും വിശ്വാസമാണ്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഈശോ നമ്മള് പാപികളാണെന്ന് അറിഞ്ഞിട്ടും ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. ഈശോ സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം കാണിച്ചു തന്നത് എങ്ങനെയാ? ജീവൻ വരെ അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം ഇങ്ങനെ കാണിച്ചു തരുക. അപ്പം ഈശോയ്ക്ക് നമ്മോടുള്ള വിശ്വസ്തത എത്ര വലുതായിരിക്കും. അതൊന്ന് ഓർത്ത് നോക്കണം. നമ്മള് പാപികളാന്ന് അറിഞ്ഞോണ്ടാ, നമ്മള് മനുഷ്യന്മാരാണ്, നമ്മുടെ തനി സ്വരൂപം നമ്മൾ കാണിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. അത് അറിഞ്ഞോണ്ട് ഈശോ നമ്മൾ പാപികളാണെന്ന് അറിഞ്ഞിട്ടും, പാപത്തിന്റെ പടുകുഴിയിലാണെന്ന് അറിഞ്ഞിട്ടും ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ഈശോയ്ക്ക് സ്നേഹം കാണിച്ചു തന്നു. അപ്പൊ ഈശോയ്ക്ക് നമ്മോടുള്ള ആ വിശ്വാസം എത്ര വലുതായിരിക്കും, അല്ലെ? ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ തരുക, നമ്മളിങ്ങനെ പാപം ചെയ്യുന്നുണ്ട്, ഈശോ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിന് ഒരു മാറ്റവും വരുന്നില്ല. നമ്മള് പാപം ചെയ്യുന്നുണ്ട്, നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി കുമ്പസാരിച്ചു, അതിന്റെ പാപങ്ങളെല്ലാം എന്റെ പിന്നിലെറിഞ്ഞ് നശിപ്പിച്ചു, പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ആത്മീയ പിതാവാകട്ടെ ഈ വിശുദ്ധ ചോദിച്ചു അച്ഛനടുത്ത്, കുമ്പസാരിപ്പിക്കുന്ന അച്ഛനടുത്ത്. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു, ഈശോ എന്റെ അടുത്ത് ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞു, ഈ അച്ഛൻ പറഞ്ഞു, നീ ഏറ്റവും അവസാനം കഴിഞ്ഞ പ്രാവശ്യം നീ കുമ്പസാരിച്ചപ്പോ പറഞ്ഞ പാപം ഏതാന്ന് ഈശോയുടെ അടുത്ത് ചോദിക്ക്, അത് ഈശോ എന്നിട്ട് എന്റെ അടുത്ത് നീ ഒന്ന് പറ, അപ്പം ഞാൻ പറയാന്ന് പറഞ്ഞു.
എന്നിട്ട് ഫസ്റ്റിനാമയാണെന്ന് അറിയത്തില്ല, ഏതോ വിശുദ്ധ, ഈ വിശുദ്ധ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പം ഈശോയുടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു. അപ്പം ഈശോ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. ഏറ്റവും അവസാനം പറഞ്ഞ മാരകപാപം ഏതാന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, ഞാനത് ഓർക്കുന്നില്ല. ഈശോ അത് ഓർക്കുന്നില്ല. പിന്നെ പുതിയതായി, പിന്നെ പഴയതെല്ലാം മറന്നു, പഴയതെല്ലാം മറന്ന് നമ്മുടെ പാസ്റ്റ് ഫുൾ അങ്ങോട്ട്, നമ്മൾ നല്ല കുമ്പസാരം നടത്തി നമ്മൾ ഏറ്റു പറയുന്ന പാവങ്ങളൊക്കെ പൂർണ്ണമായ അനുതാപത്തോടെ നമ്മൾ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ആ പാസ്റ്റ് ഫുൾ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. ന്യൂ ബിഗിനിങ് ആ, പുതിയ സ്റ്റാർട്ടിങ് ആ, പുതിയതായിട്ട് തുടങ്ങുക. പിന്നെ ഈശോ ഒന്നും ഓർക്കുന്നില്ല. പക്ഷെ മനുഷ്യന്റെ കേസിൽ അങ്ങനെയല്ല, മനുഷ്യന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും അവൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇവള് പണ്ട് ഇങ്ങനെയല്ലായിരുന്നോ, അവൾ അങ്ങനെയായിരുന്നു, ഇവൾ ഇങ്ങനെ മാറാനോ. ആ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സംഭവമുണ്ട്. പക്ഷെ ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്, ഈശോ പിന്നെ പഴയതൊന്നും ഓർക്കുന്നില്ല. അത്രയും വിശ്വാസമാണ് നമ്മളെ, അത്രയും വിശ്വാസം നമ്മൾ. ഇങ്ങനെ നമ്മളെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല, ഒരു ഫ്രണ്ട്സും ഇല്ല, ആരും ഉണ്ടാകത്തില്ല. ഒറ്റ മനുഷ്യര് നമ്മളെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. ഈശോ നമ്മളോട് ക്ഷമിക്കുന്ന പോലെ നമ്മളോട് ക്ഷമിക്കാനായിട്ട് ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. നമ്മുടെ ചേഞ്ചസ് അനുസരിച്ച് അവർക്കും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ നന്നായിട്ട് നിന്നാ എന്റെ അടുത്ത് നന്നായിട്ടാ, ഞാൻ മോശമായിട്ട് നിന്നാ എന്റെ അടുത്തും അങ്ങനെയാ, അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഈശോയുടെ സ്ഥാനത്ത് അങ്ങനെയല്ല. ഞാൻ എങ്ങനെയായിരുന്നാലും എന്നെ ഈശോ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എങ്ങനെയായിരുന്നാലും ഈശോ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുണ്ടല്ലോ, നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ച് അത് നമ്മൾ പാപം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആക്കി എടുക്കരുത്. ഈശോ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്നാ ചെയ്ത ഞാൻ വിശുദ്ധയാണെങ്കിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഞാൻ ഇങ്ങനെ പാപത്തിലാണെങ്കിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഈശോ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പം എന്നാ നമ്മളിങ്ങനെ പറയത്തില്ലേ, എന്നാ നമ്മളിങ്ങനെ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ രണ്ടും ഒന്നാ, നമ്മൾ രണ്ടും ഒന്നാന്ന് പറയത്തില്ലേ. അപ്പൊ ഈശോ നമ്മൾ അത്ര സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം നമ്മൾ രണ്ടും ഒന്നാ. അപ്പൊ ഈശോയെ പോലെ ആവണം നമ്മള്, നമ്മൾ രണ്ടും ഒന്നാ. ഈശോ എങ്ങനെയാണോ, ഈശോ എന്നാ ഒരു പാപം ചെയ്തിട്ടില്ലല്ലേ, ഒരു പാപം ചെയ്തിട്ട് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്നാന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈശോയുടെ അടുത്ത്. നമുക്ക് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഈശോയുടെ സ്നേഹത്തെ എടുക്കാതെ, അത് നമ്മൾ എത്ര ഡൗൺ ആയി പോയിട്ടുള്ള എത്ര വലിയ മാരക പാപത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും ഈ ഈശോയുടെ സ്നേഹം പൊക്കിയെടുത്തുകൊണ്ട് വരണം, നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വരണം. എന്നിട്ട് അത് നമ്മളെ കയറ്റിക്കൊണ്ട് വരണം, ഈശോയിലേക്ക് കയറ്റി, വിശുദ്ധിയിലേക്ക് കയറ്റിക്കൊണ്ട് വരണം. എത്ര അശുദ്ധിയിലാണെങ്കിലും എത്ര മാരക പാപത്തിലാണെങ്കിലും ഈശോയുടെ സ്നേഹം, ആ ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വരണം, അത് നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വരണം. എന്നാ എന്നാ നമ്മള് എന്നെ നമ്മളെ ഈ ശരിക്കും ഏതൊരു വിശുദ്ധ ഇങ്ങനെ പറയുന്ന കേട്ടതാണ്, സ്നേഹം സ്നേഹിക്കപ്പെടാതെ പോവുകയാണ്, സ്നേഹം സ്നേഹിക്കപ്പെടാതെ പോവുകയാണ്. നമ്മള് നമ്മൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈശോയെ നമ്മൾ ശരിക്കും തിരിച്ച് സ്നേഹിക്കണം. ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാ? ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നത്, ഈശോ പറയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരുപാട് വിശ്വാസമായിരിക്കില്ലേ, നമുക്ക് ഈ വചനത്തിലൊക്കെ വിശ്വാസം വേണം. നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈ വചനത്തിലൊക്കെ ഭയങ്കര വിശ്വാസം വേണം, ഈ വചനത്തിലൊക്കെ ഭയങ്കര വിശ്വാസം വേണം. പിന്നെ നമ്മൾ അതൊക്കെ അനുസരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അനുസരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അനുസരിക്കണം. അല്ലാതെ ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വചനം അനുസരിക്കേണ്ടത്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് വചനം അനുസരിക്കാൻ വേണ്ടി പറ്റണം. അപ്പം നമുക്കറിയാം, ശരിക്കും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ആൾക്കാരല്ലേ വിശുദ്ധരൊക്കെ. ഈശോയുടെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ് ഈ വിശുദ്ധരൊക്കെ. നമുക്കിങ്ങനെ എടുക്കുവാണെങ്കിൽ എന്നാ, ഇങ്ങനെ അവരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി, അവര് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേക്കും പാപത്തോട് വിടവാങ്ങി, അത് ഉപേക്ഷിച്ചു. പാവം വേണ്ട, അത് തീർന്നു, മൊത്തത്തിൽ ചേഞ്ച് ആയി, ടോട്ടലി ചേഞ്ച്, കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. നമുക്ക് അങ്ങനെ എടുക്കാൻ വരുന്ന വിശുദ്ധ മഗ്ദലേന മറിയം. വിശുദ്ധ മഗ്ദലേന മറിയത്തെ എടുക്കുവാണെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിശുദ്ധയാണ് വിശുദ്ധ മഗ്ദലേന മറിയത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധയാണ്, ഇങ്ങനെ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ മഗ്ദലേന മറിയം എന്ന് പറയും. അപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ അറിയാത്തവരായിരിക്കാം, അവരിങ്ങനെ പറയും അയ്യേ മഗ്ദലേന മറിയോ, അയ്യേ മഗ്ദലേന മറിയോ. ശരിക്കും മഗ്ദലേന മറിയത്തെ പോലെ ഈശോയെ സ്നേഹിക്കണം, മഗ്ദലേന മറിയത്തെ പോലെ. മഗ്ദലേന മറിയത്തിന് ഒരു പാസ്റ്റ് ഉണ്ട്,
ഒരു പാസ്റ്റ് ഉണ്ട്. എന്നാ ഇങ്ങനെ പാവത്തിന്റെ പടുകുഴി കിടന്നൊരു പാസ്റ്റ് ഉണ്ട്. എന്നാ 7 ദുഷ്ടാത്മാക്കളെ ഈശോ പുറത്താക്കിയതല്ലേ മഗ്ദലേന മറിയത്തിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട് മഗ്ദലേന മറിയത്തിന്. പക്ഷേ ഈ മഗ്ദലേന മറിയത്തിന് ഡെലിവറൻസ് കിട്ടി, ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അവൾക്കുണ്ടായ ചേഞ്ച് ആണ്. അവള് പിന്നെ തിരിഞ്ഞു പോയിട്ടില്ല. അവള് പിന്നെ ഈശോയുടെ ശിഷ്യയായിട്ട് മാറുക. ഈശോ എവിടെ പോയാലും ഈശോയുടെ പുറകെയാ. ഈശോയുടെ വചനങ്ങളൊക്കെ അനുസരിക്കുക. പരിശുദ്ധ അമ്മയുടെ കൂടെയാ മഗ്ദലേന മറിയം എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കൂടെയാ. പിന്നെ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുക. പിന്നെ ഈശോയുടെ അത്രയും സ്നേഹമാ, അത്രയും ബന്ധം ഉണ്ടാവും. ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും പാവത്തിന്റെ സാഹചര്യത്തെ അവൾ ഉപേക്ഷിച്ചു. പാവത്തെ മാത്രമല്ല, പാവത്തിന്റെ സാഹചര്യത്തെ അവൾ ഉപേക്ഷിച്ചു. എന്നിട്ടോ അവളെ ഇങ്ങനെ ഈശോയെ സ്നേഹിക്കുക. നമുക്കറിയാം ഈശോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈശോയെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ഈശോയെ കാണുന്ന ഈ മഗ്ദലേന മറിയം അല്ലേ. അപ്പൊ ആ ബന്ധം ഒന്ന് ഓർത്തു നോക്കിയേ. അവിടെ മറ്റാരും കണ്ടില്ല, ഈ മഗ്ദലേന മറിയാ കണ്ടത്. ഈ മഗ്ദലേന മറിയം ഈ പാവത്തിന്റെ പടുകുഴി കിടന്നിരുന്ന ഈ മഗ്ദലേന മറിയമാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോയെ നേരിൽ ആദ്യം കാണുന്നത്. അപ്പം അവൾ അനുഭവിച്ച ആ സ്നേഹം അത് എത്ര ആഴത്തിലായിരിക്കും അല്ലേ. അവൾക്ക് ഉണ്ടായ ബന്ധം എത്ര ആഴത്തിലായിരിക്കും അല്ലേ. നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും വിസ്ത അഗസ്തീനോസ് എന്നാ വ്യഭിചാരം മാത്രമല്ല, ഇങ്ങനെ ലോകത്തിന് അറിവിന് വേണ്ടി നടന്ന ഒരാളല്ലേ വിസ്ത അഗസ്തീനോസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അറിവിന് വേണ്ടി പോയി ഒരു മോഷണത്തിൽ തുടങ്ങിയ ചെറിയ ബാബുവാ. ഒരു മോഷണത്തിൽ തുടങ്ങിയതാ അവസാനം അവനെ എത്തിച്ചത് വലിയ നാശത്തിലേക്കാ അല്ലെ. അതിനാ വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിൽ നിന്നുണ്ടായ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അഗസ്തീനോസിന്. ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. ഇവരൊക്കെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചത് വചനത്തിലൂടെയാണ്. ഈശോ പറഞ്ഞ വാക്കിലൂടെയാണ് ഈശോയുടെ സ്നേഹം ഇവർ അനുഭവിച്ചറിഞ്ഞത്. ഇവരെല്ലാം അപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്കും അഗസ്തീനോസിനുണ്ടായ മാറ്റം വിശുദ്ധ അഗസ്തീനോസായി മാറി. പിന്നെ ഫ്രാൻസിസ് അസീസി ലോകത്തിന് വേണ്ടി ലോർഡ് ഓഫ് ദ ഫ്രാൻസിസ്. നമ്മൾ ഫ്രാൻസിസിന്റെ സിനിമ ആണ് പറയാ. അസീസിയിലെ ലോർഡാണ് ഫ്രാൻസിസ് തന്നെ ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതാ. യുദ്ധത്തിനൊക്കെ പോയി ഇങ്ങനെ അങ്ങനെ പല സംഭവങ്ങളും, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ വചനം വന്നപ്പോഴത്തേക്കും അത് ബുദ്ധിയിലേക്കല്ല കയറി, അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. അത് കേറിയപ്പോഴത്തേക്കും ചേഞ്ചസ് ഉണ്ടാവുക. അവിടെ ദൈവസ്നേഹം അനുഭവിച്ചറിയുക, അവിടെ പരിശുദ്ധാത്മാവിനെ നിറയുക. ഫ്രാൻസിസിനെ ഓർത്തു നോക്കി, ഫ്രാൻസിസിന്റെ ഒക്കെ അവസ്ഥ. എല്ലാവരും ഉപേക്ഷിച്ചു. നിന്റെ സ്വർഗത്തിലുള്ള അപ്പനാണ് എന്റെ അപ്പൻ. എന്നിട്ട് അവൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് കുഷ്ഠരോഗികളുടെ പുറകെ പോകുക. എന്നിട്ട് ഇങ്ങനെ ഈശോ ദരിദ്രനായ ഈശോയെ പിന്തുടരുക. ഈ വചനത്തിലെ ദരിദ്രനായ ഈശോയെ അതുപോലെ പിന്തുടരുക ഫ്രാൻസിസ്. എല്ലാം ഉപേക്ഷിക്കുക. അപ്പന് ഇമ്പോർട്ടിങ് ബിസിനസ് ആയിരുന്നു അപ്പന്. ഇങ്ങനെ വലിയ വലിയ തുണികളുടെയൊക്കെ ബിസിനസ് ആയിരുന്നു. അപ്പം ഇതൊക്കെ എടുത്തു കൊടുക്കുക, ഇങ്ങനെ പാവപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കുക. ഈശോയുടെ സ്നേഹം കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഈ ലോകത്തിലുള്ളതൊന്നും വലിയ വിലയായിട്ട് അവന് തോന്നുന്നില്ല. പിന്നെ ഈശോയെ സ്നേഹിക്കുക, ഈശോയെ നേടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രാൻസിസ് അവിടുന്ന് ഫ്രാൻസിസ് അത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് സ്വന്തം തുണിയെല്ലാം ഊരി എനിക്ക് എന്റെ അപ്പൻ എന്റെ സ്വർഗത്തിലുള്ള അപ്പൻ എന്ന് പറഞ്ഞ് അപ്പന് വേണ്ടി ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെയുള്ള പലരും പറഞ്ഞു ഫ്രാൻസിസിന് ഭ്രാന്താന്ന് പറഞ്ഞു. പക്ഷേ അവസാനം ഈ ലോകം അവനെ വിളിക്കുന്ന പേര് രണ്ടാമത്തെ ക്രിസ്തുവായി മാറി. അതാണ് ഈ ദൈവസ്നേഹത്തിന്റെ പവർ. ചേഞ്ച് ഉണ്ടാവുക. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് അല്ല, ടോട്ടലി ചേഞ്ച് ആവും. ഈ അഗസ്തീനോസിനൊക്കെ ഇങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഇങ്ങനെ പഴയ കാമുകിനെ പറ്റിയുള്ള ഓർമ്മകൾ വന്നു പറഞ്ഞു. ആ ഓർമ്മകൾ വരുന്ന സമയത്ത് ഫ്രാൻസിസ് ഈ അഗസ്തീനോസ് പറഞ്ഞു, ഞാൻ പഴയ അഗസ്ത്യനല്ല, പഴയ അഗസ്ത്യൻ മരിച്ചു. ഞാൻ പുതിയ അഗസ്ത്യനാ. ഈശോയുടെ സ്നേഹം കിട്ടിയപ്പോഴത്തേക്കും പഴയത് മരിച്ചുപോയി. എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ എനിക്ക് എന്റെ വലിയ ഡ്രീം ആയിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇങ്ങനെ ബൈക്ക്, കാർ, ഇങ്ങനെ ലോകത്തിലുള്ള പല സാധനത്തിൽ ഇങ്ങനെ മുഴുകി കിടന്ന ഒരാളാ.
ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത്. ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത്. അത് എനിക്ക് ഒറ്റപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അവർ ഈശോ അവരെ എടുക്കാൻ വേണ്ടി ഈശോ എടുക്കുന്ന ഒരു ടൈമാണ് അത്. തക്ക സമയം എന്ന് പറയത്തില്ലേ, തക്ക സമയം എന്ന് പറയത്തില്ലേ, ആ തക്ക സമയമാണ് നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ. ഏറ്റവും ലോവസ്റ്റ് മൊമെന്റിലാണ് ഞാൻ എന്റെ ഈശോനെ അറിഞ്ഞത്. അതായത് ഈ പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടാതായപ്പോഴാണ് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കിയത്. അത്രയും വേണ്ടി വന്നു. അപ്പം എന്നാ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കിടന്ന സമയത്ത് എന്റെ ഡ്രസ്സിങ്, എന്റെ കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, വലിയ ഗമ്മല്, എന്റെ ഹെയർ സ്റ്റൈല് എല്ലാം ഡിഫറെന്റ് ആണ്. ഈ കാണുന്ന ഞാനല്ലായിരുന്നു ഞാൻ. എന്റെ ഫോണില് ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നാ വിലയില്ലാത്തതിനൊക്കെ ഇങ്ങനെ വില കൊടുക്കുന്ന ഒരു കാലമായിരുന്നു അത്. വിലയില്ലാത്തതിന്, കാരണം വിലയുള്ളതിന് ഇതുവരെ കണ്ടില്ല ഞാൻ. വിലയുള്ളതിനെ ഞാൻ കണ്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്ക് ബോധ്യം കിട്ടിയില്ല. അപ്പം ഞാൻ ഈ വേണ്ടാത്തതിനൊക്കെ വില കൊടുത്തു. പക്ഷെ ഉണ്ടല്ലോ, ഈശോയുടെ സ്നേഹം കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇതൊന്നും വേണ്ട. എനിക്ക് സിനിമാ പാട്ട് വേണ്ട. എനിക്ക് സിനിമ കാണണ്ട. ഞാൻ ന്യൂസ് ഒന്നും കേൾക്കാറില്ല. എനിക്ക് സിനിമാ പാട്ട്, സിനിമയോ ഒന്നും വേണ്ട. എന്റെ ഡ്രസ്സിങ് മാറി, എന്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറി, കണ്ണ് എഴുതണ്ട. എനിക്ക് അതൊന്നും കാര്യമായിട്ട് തോന്നുന്നില്ല. ഈവൻ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുവാണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഒരുങ്ങിയൊക്കെ വരും. അപ്പൊ എനിക്കറിയാം ഞാനും ഇതേ ഒരു അവസ്ഥയിൽ കൂടെ കുറെ നാൾ പോയതാ. ഇതേ അവസ്ഥയിൽ കൂടെ, അതായത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്തു കൂട്ടുക. അതുണ്ടല്ലോ ഉള്ളിലുള്ള മുറിവ് കാരണമാണ്. എവിടേക്കോ, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടേക്കോ മുറിവ് ഉണ്ടായിട്ടുണ്ട്. ആ മുറിവ് ഉണങ്ങാത്തോണ്ടാണ് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ നോക്കുന്നത്. ഞാൻ അങ്ങനെയല്ല കാര്യം. എനിക്ക് എന്റെ ആ മുറിവ് ഉണങ്ങാത്തോണ്ടായിരിക്കും ഞാൻ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കാണിക്കുക. അതായത് എന്നെ മറ്റുള്ളവർ നോക്കണം, എന്നെ മറ്റുള്ളവർ ആകർഷിക്കണം, എനിക്ക് അംഗീകാരം കിട്ടണം, എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു സംഭവം എനിക്ക് എന്നെ തന്നെ വിലയുള്ളതായിട്ട് തോന്നിയില്ല. എന്റെ അപ്പന്റെ ചോരയുടെ വിലയല്ല എനിക്കുള്ളത്. എന്റെ അപ്പന്റെ ചോരയുടെ വില എനിക്കുള്ളത്. നമ്മളൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ. അതായത് ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോയുടെ ശരീരവും രക്തവും നമ്മുടെ ഉള്ളിലേക്ക് വരുക. ഈശോയുടെ ശരീരവും രക്തം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഈശോയുടെ ശരീരവും രക്തമായി മാറുക നമ്മുടെ ബോഡി. അത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ ആൾക്കാരും, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവര് നമ്മളൊക്കെ ബ്ലഡ് റിലേഷനാ. കാരണം അതേ ഈശോയുടെ അതേ ശരീര രക്തം നമ്മുടെ ഉള്ളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈശോയും ഞാനും തമ്മിലുള്ള റിലേഷൻ ബ്ലഡ് റിലേഷനാ. നമ്മൾ തമ്മിലുള്ള റിലേഷൻ ബ്ലഡ് റിലേഷനാ. അപ്പം ഈ ഒരു സാധനം കിട്ടിയേ അപ്പൊ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. എനിക്ക് സിനിമ കാണുന്നൊക്കെ ഇറിറ്റേഷനാ. എനിക്കിങ്ങനെ ലോകത്തിന്റെ സംഭവങ്ങളെ എനിക്ക് ഒന്നിനോട് ആക്രാന്തം ഇല്ല. നമുക്കറിയാം സക്കേവൂസിനെ അറിയാലോ. സക്കേവൂസിന് പരിശുദ്ധാത്മാവ്, നമുക്കറിയാം റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ കുർബാനയിലും വചനത്തിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ വചനം ഡാനിയേലച്ചൻ പറയുന്നിട്ടുണ്ട്, ഈ വചനത്തിന്റെ ഓരോ താളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. അപ്പൊ ഈ സക്കേവൂസിനെ നോക്കി, സക്കേവൂസ് ഇങ്ങനെ ഒരുപാട് വാരിക്കുട്ടി, ഏറ്റവും വലിയ ധനവാനായിരുന്നു. പക്ഷേ ഈ സക്കേവൂസിന് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാം കളഞ്ഞു, എല്ലാം കൊടുത്തു. എനിക്കുള്ളത് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ ഇല്ലാത്തവന് കൊടുക്കുന്നു, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായിട്ട് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ ഓർത്തോ, നമ്മൾ ഇപ്പോഴും വാരിക്കൂട്ടാൻ നോക്കുവാണെങ്കിൽ ഈ സ്നേഹം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ജ്വലിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം വാരിക്കൂട്ടാൻ നോക്കുന്നത്. ഈ ലോകത്തിലുള്ള സാധനങ്ങളും സംഭവങ്ങളും, പ്രശസ്തി, അംഗീകാരം, മറ്റുള്ളവരുടെ ശ്രദ്ധ, ഈ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ
കഴിയുമ്പോണ്ടല്ലോ ഇതെല്ലാം നമ്മൾ വാരിക്കളയും. പിന്നെ നമുക്ക് ഒന്നും വേണ്ട. നമ്മളൊന്നും ചോദിക്കുന്നില്ല. ഈ ഡൊമിനിക് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും മാനസാന്തരപ്പെട്ട ഒരാള് പിന്നെ ദൈവത്തോട് അവൻ ഒന്നും ചോദിക്കത്തില്ല. എന്റെ രോഗം മാറ്റി തരണേന്നോ, എനിക്ക് വീട് വെച്ച് തരണേന്നോ, എനിക്ക് ജർമ്മനി പോകാനുള്ള വിസ ശരിയാക്കി തരണേന്നോ, എനിക്ക് അവിടെ പോകാനുള്ള എന്റെ ജോലി ശരിയാക്കി തരണേന്നോ, ഇതൊന്നും ചോദിക്കത്തില്ല. അവിടെ എനിക്ക് നിന്റെ ഭവനത്തിലൊന്നായിരുന്നാൽ മാത്രം മതി. എനിക്ക് എന്റെ ഈശോയുടെ സ്വന്തമായാൽ മാത്രം മതി. അങ്ങനെ വരുന്നവനാണ് ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടുള്ളവൻ ഡൊമിനിക് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെയൊക്കെ മാനസാന്തരം ശരിക്കുള്ള മാനസാന്തരമാണോ? നമ്മുടെ ഈശോ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പോലെ എന്തിനാ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പോലും പല സാധനങ്ങളും നേടാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇന്നലെ അണക്കരയ്ക്ക് പോയായിരുന്നേ. അപ്പൊ ഇന്ന് രാവിലെ തിരിച്ചെത്തിയതുള്ളൂ. അപ്പൊ ഞാൻ അവിടെ വന്ന് ഞാൻ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സ്പെഷ്യൽ ഇന്റൻഷൻ ഉണ്ടോ ഇങ്ങനെ വരുന്നതിന്? ആദ്യമായിട്ടാണ് കൊച്ചു വരുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ ജർമ്മനിക്ക് പോകുക, അത് ശരിയാവാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ, ശരിക്കും അവിടെ വരുന്ന ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകുമായിരുന്നെങ്കിലോ? ജർമ്മനിയാണ് ഏറ്റവും വിലയുള്ളത്, ജോലിയാണോ ഏറ്റവും വിലയുള്ളത്? നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളെയൊക്കെ വീണ്ടെടുത്ത് അപ്പനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് വേറെ ആ അപ്പനെ സ്വന്തമാക്കാതെ പിന്നെ നമ്മൾ വേറെ എന്നാ സ്വന്തമാക്കിയിട്ട് എന്നാ കാര്യമുള്ളേ? ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്നാ പ്രയോജനമുള്ളേ? എന്നാ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നോക്കണം. വിലയുള്ളതിന് വേണ്ടി അധ്വാനിക്കണം, സഹനം എടുക്കണം. നമ്മുടെ ലൈഫിലൊക്കെ സഹനങ്ങൾ ഉണ്ടാവുകയെ. ഈ സഹനം ഉണ്ടാവുന്നേ അതായത് ഈശോ നമ്മളെ നേടാൻ വേണ്ടിയിട്ട് സഹിച്ചു. നമ്മളെ നേടാൻ വേണ്ടി അവൻ ജീവൻ തന്ന് സഹിച്ചു. ഈശോ നമ്മോടുള്ള സ്നേഹം കാണിച്ചത് സഹിച്ചുകൊണ്ട് കാണിച്ചു. അപ്പം നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന സഹനങ്ങളുണ്ടല്ലോ, അത് ഈശോയെ നേടാൻ വേണ്ടിയിട്ട് എടുക്കണം. ഈശോയെ, എന്റെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന എന്റെ രോഗമായിരിക്കാം, എന്റെ തകർച്ചയായിരിക്കാം, എന്റെ ഒറ്റപ്പെടലായിരിക്കാം, എന്റെ ഇല്ലായ്മയായിരിക്കാം, എനിക്ക് എന്റെ ബലഹീനതയായിരിക്കാം. ഇതല്ല ഈശോയെ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ഈശോയെ നേടാൻ വേണ്ടിയിട്ട് മാറ്റണം. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ തന്നെ നമ്മൾ പാപികളായിരുന്നിട്ടും നമ്മളെ സ്നേഹിച്ച നമ്മുടെ ഈശോയെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. നമുക്കറിയാം, നമ്മുടെ ദാഹം തീരണമെങ്കിൽ ഈശോയെ കിട്ടാതെ നമ്മുടെ ദാഹം തീരത്തില്ല. നമ്മുടെ പ്രശ്നം തീരണമെങ്കിൽ ഈശോയെ കിട്ടാതെ നമ്മുടെ പ്രശ്നം തീരത്തില്ല. നമ്മൾ വേറെ എവിടെയൊക്കെ പോയിട്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രശ്നം തീരത്തില്ല. ഈശോയെ കിട്ടാതെ നമ്മുടെ പ്രശ്നം തീരത്തില്ല. നമ്മളെ നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്, നമുക്ക് മരണമുണ്ട്. അപ്പം നമ്മൾ മരിക്കുമ്പം നമുക്ക് വേറൊരു ലൈഫുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു യാത്രക്കാരാ. ആ യാത്രയിലായിരിക്കുന്ന സമയത്ത് ഈശോയെ നേടിയിട്ടുണ്ടെങ്കിൽ, ഈശോയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിന് ഈശോയിൽ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈശോയെ ജീവിക്കാൻ നോക്കി, ഈശോയെ നേടാൻ നോക്കി. ഈശോയെ നേടാതെ ഈ ലോകത്ത് വേറെ എന്നാ നേടിയിട്ട് കാര്യമില്ല. കാരണം ഈ വിശുദ്ധരേക്ക് എടുത്തു നോക്കിയേ, ഒരുപാട് സമ്പന്നരുണ്ടായിരുന്നില്ലേ? എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് എല്ലാം ഉപേക്ഷിച്ചു, ഒന്നും വേണ്ടാന്ന് വെച്ചു. വിലയുള്ളതിനെ കിട്ടിയപ്പോ ഉണ്ടല്ലോ, വിലയില്ലാത്തതൊന്നും വേണ്ട. ശരിക്കും ഏറ്റവും വിലയുള്ളതിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലുള്ള സാധനങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പോലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായി പോകുന്നത്. ഈ പ്രാർത്ഥന ശരിക്കും ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ഒരു കണക്ഷനാണ്. അപ്പൊ അതുപോലും ATM കൗണ്ടറിലേക്ക് ഇങ്ങനെ കാർഡ് ഇട്ടിട്ട് ഇങ്ങനെ പൈസ എടുക്കുന്ന പോലെ, ATMിലേക്ക് കാർഡ് എടുത്ത് പൈസ എടുക്കുന്ന പോലെ ഇങ്ങനെ ഈശോയെ ഒരു ATM കൗണ്ടർ ആക്കി വെച്ചേക്കുക പലരും. ഇങ്ങനെ കാർഡ് ഇട്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ല, ഈശോയ്ക്ക് വേണ്ടത് നമ്മളെയാണ്. നമ്മുടെ ദാഹം തീരണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നില്ലേ, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ നഷ്ടമാക്കി കണക്കാക്കുന്നു. അത് ഈശോയെ നേടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ലാഭമായിട്ടുണ്ടായിരുന്നതെല്ലാം ഞാൻ നഷ്ടമാക്കി കണക്കാക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നില്ലേ? പൗലോസ്ലീഹ സഭയെ എതിർത്തവനല്ലേ? അപ്പം ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും
എളിമപ്പെട്ടെ എളിമപ്പെടുത്തിച്ചു ഈശോ. നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന ചില സഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈശോയ്ക്ക് നമ്മളെ നേടാൻ വേണ്ടി നമ്മളിങ്ങനെ എളിമപ്പെടുത്തുന്നതായിരിക്കും. എന്റെ അവസ്ഥ ഓർത്ത് നോക്കിയേ, ധൂർത്തപുത്രനെ പോലെ ഞാൻ ഇങ്ങനെ പോയെ. അപ്പം ഈശോ എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റവും കുഴി കൊണ്ടിട്ടു. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈശോയുടെ കരുണ കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഈശോയുടെ കൃപ കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, ഈ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ശിഷ്യന്മാരുടെ കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പോണ്ടിരിക്കും എവിടേക്കോ. അപ്പം ഇങ്ങനെ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു യുവാവിനെ കണ്ടേ. അപ്പം ഫ്രാൻസിസിന്റെ ശിഷ്യന്മാര് ചോദിച്ചു, ഇവർക്ക് നമ്മളെ പോലെ സന്യാസിയായിട്ട്, ഇവന് നമ്മളെ പോലെ സന്യാസിയായിട്ട് വിശുദ്ധയായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഫ്രാൻസിസ് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ കൃപ ഒന്നില്ലായിരുന്നെങ്കിൽ ഞാനും അതുപോലെ ആവേണ്ടതായിരുന്നു. ദൈവത്തിന്റെ കൃപ ഒന്നില്ലായിരുന്നെങ്കിൽ ഞാനും അതുപോലെ ആവേണ്ടതായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും കർത്താവിന്റെ വലിയ കൃപയാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തില്. ഇവിടെ പകുതി പേർക്ക് നന്മമഠത്തിലുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ ആദ്യമായിട്ട് നന്മമഠത്തിൽ എഴുതുന്ന സമയത്ത് എന്റെ പേര് പോലും പറഞ്ഞത് പേടിച്ചോണ്ടാണ്. പക്ഷെ പിന്നെ ഈശോയുടെ കൃപ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന പോലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നാ പറയാ, നമ്മുടെ ഈശോയ്ക്ക് വില കൊടുത്താൽ ഈശോ നമുക്ക് വില തരുവേ. ഈശോയ്ക്ക് നമ്മൾ വചനത്തിന് വില കൊടുത്താൽ വചനം നമുക്ക് വില തരുവേ. വചനത്തിന് നമ്മൾ വില കൊടുക്കണം. എനിക്കുണ്ടല്ലോ ഇങ്ങനെ, ഞാൻ എവിടെ പോയാലും ഈ ബൈബിൾ കൊണ്ടുപോകും. എനിക്ക് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പോയ സമയത്ത് ഇങ്ങനെ ബസ്സിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബസ്സിന്റെ നിലത്ത് കിടന്നു. അപ്പം ക്ഷീണം പിടിച്ചിട്ട് എനിക്ക് വയ്യാതായപ്പോ ഞാൻ നിലത്ത് കിടന്നു. ക്ഷീണം പിടിച്ചിട്ട് കിടന്നു. അപ്പം ഈ നിലത്തായതുകൊണ്ട് എനിക്ക് ബൈബിൾ പിടിക്കുന്നില്ലല്ലോ. അപ്പം ഈ ഞാൻ ബാഗ് സീറ്റയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥത, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഇങ്ങനെ ഞെട്ടി ഞാൻ ഒന്ന് ചെറുതായിട്ട് മയങ്ങിപ്പോയാലും പെട്ടെന്ന് കണ്ണു തോന്നി ഇങ്ങനെ ചുമ്മാ എടുക്കുക. അപ്പോഴത്തേക്ക് എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അസ്വസ്ഥതയായിട്ട് ഞാൻ എണീറ്റ് സീറ്റിലേക്കാണ് ഇരുന്നേ. അപ്പൊ എന്റെ ബൈബിൾ, ഞാൻ എപ്പോ കിടക്കുവാണെങ്കിൽ ഈ ബൈബിൾ കെട്ടിപ്പിടിച്ചോണ്ടാണ് കിടക്കുന്നത്. ബൈബിളും കെട്ടിപ്പിടിച്ച എനിക്ക് ബൈബിൾ ഇല്ലാതെ ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ ശരിക്കും ബൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് ലെറ്റർ അല്ലേ. എന്നാ ഈശോയുടെ സ്നേഹം മൊത്തം കാണിച്ചു തന്നതാ. ഈശോയുടെ ലൈഫ് സ്റ്റോറി ഫുൾ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ഞാൻ നിന്നെ എങ്ങനെയാ നേടിയതെന്നും, ഞാൻ നിന്നെ എങ്ങനെയാ രക്ഷിച്ചതെന്നും, ഞാൻ നിന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നതെന്നും, നീ എനിക്ക് എന്താണെന്നും, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനനുമാണ്. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തിനാ നിനക്ക് സഹനം തരുന്നതെന്ന്, നിന്നെ എന്റേതാക്കാൻ വേണ്ടിയിട്ടാ, എന്റെ മാത്രമാക്കി മാറ്റാൻ വേണ്ടിട്ടാ ഞാൻ നിനക്ക് സഹനം തരുന്നത്. എന്റെ ഐസിയ പ്രവാചന ഉത്തരത്തിൽ പറയുന്നില്ലേ, കഷ്ടതയുടെ തീച്ചുളയിൽ അവനെ ഞാൻ ശോധന ചെയ്തെടുത്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഈശോ പറയുക. എന്തിനാ നമ്മുടെ ലൈഫില് സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്തിനാ എന്റെ ലൈഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്തിനാ എനിക്കിത്, എന്താ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈശോ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഈശോ ഇതൊക്കെ പറഞ്ഞു വെക്കുവാണേ. അപ്പൊ ഈ ബൈബിൾ ഉണ്ടല്ലോ, ബൈബിളായിട്ട് റിലേഷൻ ഉണ്ടാവണം. ഈശോയായിട്ട് റിലേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈശോയുടെ നമുക്ക് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകുന്ന ഈശോയുടെ വചനം വായിച്ചുകൊണ്ടാണ്. ഈ വചനം വായിക്കണം. അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പിന്നെ ഈ വചനമൊക്കെ എടുക്കണം. ഈ വചനത്തിലേക്ക് ആവണം, കൂദാശയിലേക്ക് ആവണം, പിന്നെ സഭയിലേക്ക് ആവണം, ഈശോയുടെ സ്വന്തമായിട്ട് മാറണം. എന്നാലേ നമ്മുടെ ദാഹമൊക്കെ മാറത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ സമരിയക്കാരി ഈശോയെ പറയുന്നില്ലേ. സമരിയക്കാരി ഈശോയെ കാണാൻ വേണ്ടി പോയ സമയത്ത് സമരിയക്കാരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. സമരിയക്കാരുടെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമുക്ക് ചോസൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് കാണുമ്പോൾ മനസ്സിലാവുന്നേ. എന്നാ അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ ദാഹം തീർന്നില്ല. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പം അവള് ചോസനകത്ത് നമുക്ക് കാണാൻ പറ്റും. അവള് ഡൈവേഴ്സിന് എന്തോ സംഭവങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഇവള് ഇങ്ങനെ കിണറ്റിലേക്ക് വെള്ളം കോരാൻ വേണ്ടി വരുന്നത്. അപ്പോഴാണ് ഈശോയായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പം ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോ അവളുടെ അടുത്ത് വചനം പറയുക. ആ വചനം അവളുടെ ഉള്ളിലേക്ക് കേറി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചേ, വലിയ ചേഞ്ച്. അവള് വലിയ സുവിശേഷ പ്രഘോഷകയായി മാറുക. ഈശോയെ പ്രസംഗിക്കാൻ വേണ്ടി ഓടുക. അവള് പിന്നെ എല്ലാം മറന്നു. അവള് വെള്ളം കോരാൻ വേണ്ടി വന്നു. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ ഈശോ പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജീവജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് ഈശോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
അത് പറഞ്ഞിട്ട് അവളുടെ ലൈഫിലുണ്ടായ സംഭവമൊക്കെ ഈശോ അങ്ങോട്ടേക്ക് അവളുടെ അടുത്ത് പറയുക. അവളുടെ ലൈഫിലുണ്ടായ എല്ലാ സംഭവങ്ങളും ഈശോ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ആ കുടവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. പുതിയ സ്റ്റാർട്ടിങ്, ന്യൂ ബിഗിനിങ്. അവള് വചനപ്രഘോഷകയായി മാറുക. ഈശോയ്ക്ക് വേണ്ടി അവള് പ്രസംഗിക്കാൻ വേണ്ടി പോവുക. അപ്പം നമ്മള് ഈശോയെ നേടണം. നമ്മൾ ഈശോയുടെ സ്വന്തമാകണം. ഈശോയുടെ സ്വന്തമാവാതെ നമ്മൾ വേറെ എന്തൊക്കെ നേടിയാലും നമ്മുടെ ദാഹം തീരത്തില്ല കേട്ടോ. നമ്മൾ ഈ ലോകത്തിലുള്ള സ്നേഹത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ദാഹം തീരത്തില്ല. നമ്മുടെ ദാഹം തീരണമെങ്കിൽ അത് ഈശോയുടെ സ്നേഹം തന്നെ നമുക്ക് കിട്ടണം. ഈശോയുടെ സ്നേഹം തന്നെ കിട്ടണം. നമ്മൾ എത്ര വെറുക്കപ്പെട്ടവനാണെങ്കിലും, ഒറ്റപ്പെട്ടവനാണെങ്കിൽ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിലും, സ്റ്റിൽ ഈശോ ഈസ് വെയിറ്റിംഗ് ഫോർ us. ഈശോ ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഈശോ ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഈശോയുടെ സ്നേഹം കൊണ്ട് ഈശോ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവന്റെ അടുത്തേക്ക് ഒന്ന് പോയാൽ മതി. ആ കുമ്പസാരക്കൂട്ടിലേക്ക് ഒന്ന് പോയിട്ട് ആ മേഘമാകുന്ന തടസ്സം അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സൂര്യന്റെ പ്രകാശം നമുക്ക് കിട്ടുമേ. സൂര്യന്റെ പ്രകാശം കിട്ടും, ആ ചൂട് കിട്ടും, ആ പ്രകാശം കിട്ടും. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നോക്കുക. ഈശോയെ സ്വന്തമാക്കുക. ഈശോയെ സ്വന്തമാക്കുക. ഇഷ്ടലോട്ട് സ്നേഹ സ്നേഹ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ